IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ വിരാട് കോഹ്ലി ഇത്തവണ RCBക്കായി കിരീടം നിലനിർത്താൻ തന്നെയാണ് കളിക്കളത്തിലിറങ്ങുന്നത്. 2024 T20 വേൾഡ് കപ്പോടെ ഇൻ്റർനാഷണൽ T20 ക്രിക്കറ്റിൽ നിന്നും കോഹ്ലി വിരമിച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞ വർഷം നടന്ന IPLൽ 657 റൺസ് നേടിയ റൺവേട്ടക്കാരിൽ മൂന്നാമനും RCBക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ഒന്നാമനുമായിരുന്നു. IPLൻ്റെ ആരംഭമായ 2008 മുതൽ കളിക്കുന്ന താരമാണ് വിരാട്. അന്നു മുതൽ RCBക്ക് വേണ്ടി മാത്രം കളിച്ച വിരാട് IPL ചരിത്രത്തിൽ ഒരേ ടീമിനായി തുടക്കം മുതൽ ഈ സീസൺ വരെ കളിച്ച ഒരേയൊരു താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 267 മത്സരങ്ങളിൽ നിന്നും 8661 റൺസ് നേടിയ വിരാട് IPL റൺവേട്ടക്കാരിൽ ഒന്നാമനുമാണ്. 2016-2024 സീസണുകളിൽ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിരുന്ന കോഹ്ലി 2010 മുതൽ എല്ലാ സീസണുകളിലും 300-ലധികം റൺസ് സ്കോറും ചെയ്തിട്ടുണ്ട്. IPL ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരമെന്ന റെക്കോർഡ് കോഹ്ലിക്കൊപ്പമാണ്. ഇതുവരെ 8 സെഞ്ചുറിയാണ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും വരുന്നത്. 2016 സീസണിൽ മാരക ഫോമിൽ ബാറ്റ് ചെയ്ത കോഹ്ലി 4 സെഞ്ചുറിയാണ് അടിച്ചുകൂട്ടിയത്. നിലവിലെ ചാമ്പ്യന്മാരായ RCB ഇത്തവണയും കിരീടം നിലനിർത്തുമെന്നാണ് ബഹുഭൂരിപക്ഷം ആരാധകരും വിശ്വസിക്കുന്നത്. 2025 കിരീടം നേടിയ അതേ ടീമിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെയാണ് ഇത്തവണ ഇറങ്ങുന്നതെന്നത് RCBക്ക് വലിയ മുൻതൂക്കം നൽകുന്നു. എന്നാൽ ആദ്യ ചില മത്സരങ്ങളിൽ ഓസീസ് താരം ജോഷ് ഹേസൽവുഡ് പരിക്കിനെ തുടർന്ന് മാറി നിൽക്കുന്നത് ഒരുപക്ഷെ RCBയുടെ ബൗളിംഗ് സ്ട്രെങ്തിനെ ബാധിച്ചേക്കാം. 2010-2011 സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സും 2019-2020 സീസണുകളിൽ മുംബൈ ഇന്ത്യൻസും മാത്രമാണ് തുടർച്ചയായി IPL 2 സീസണുകൾ വിജയിച്ച ടീമുകൾ. ഇത്തവണ RCB ആ നേട്ടം കൈവരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാർച്ച് 28 ഹൈദരാബാദിനെതിരെയാണ് RCBയുടെ ആദ്യ മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.